ഇനി അടുത്ത BNSS നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ ഇത്ര നേരം BNS നിന്ന് കറങ്ങിയില്ലേ, ഇനി BNSS പോയിട്ട് വരാം. നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്കറിയാം കേസുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, കോഗ്നൈസബിൾ ആൻഡ് നോൺ കോഗ്നൈസബിൾ. എന്താണ്? കോഗ്നൈസബിൾ ആൻഡ് നോൺ കോഗ്നൈസബിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോഗ്നൈസബിൾ ആൻഡ് നോൺ കോഗ്നൈസബിൾ എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് കോഗ്നൈസബിൾ, എന്താണ് നോൺ കോഗ്നൈസബിൾ എന്ന് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ കോഗ്നൈസബിൾ എന്താണെന്ന് പഠിക്കുന്നു. എന്താണ് കോഗ്നൈസബിൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് ആദ്യം നമ്മൾ ഇത് എവിടെ പറയുന്നു എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടൊന്ന് വരാം, ഇപ്പുറത്ത് വരാം, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 എന്ന നിയമത്തിലേക്ക് വരുന്നു. BNS പോലെ തന്നെ ഇത് നിലവിൽ വന്നത് എന്ന് പറയാം 2024 ജൂലൈ 1 നിലവിൽ വന്നത്. നമുക്ക് ഡേറ്റ് അറിയാലോ. 3 നിയമങ്ങൾ ഒരുമിച്ച് അല്ലെ, BNS ആയാലും BNSS ആയാലും BSA ആയാലും ഈ 3 നിയമവും ഒരുമിച്ച് വന്നത് എന്ന് പാസ്സാക്കിയതാണ്. ഇത് 2023 ഡിസംബർ 12 പുതുക്കിയ ബില്ല് അവതരിപ്പിച്ചത്. ഡിസംബർ 12 ഡിസംബർ 20 ലോക്സഭ പാസ്സാക്കി, ഡിസംബർ 21 രാജ്യസഭ പാസ്സാക്കി, ഡിസംബർ 25 രാഷ്ട്രപതി ഒപ്പുവെച്ചു, ദ്രൗപദി മുർമു ഒപ്പുവെച്ചു. അടുത്തത് ജൂലൈ 1 നിലവിൽ വന്നു 2024. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ നിയമങ്ങൾ. 3 നിയമം ഒരുപോലെ തന്നെ. അതിൽ CRPCക്ക് പകരം പണ്ടത്തെ CRPC 1973 എന്ന് പറയുന്നു, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973ക്ക് പകരമായി നിലവിൽ വന്ന നിയമമാണ് BNSS എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ BNSSൽ CRPCയിൽ നമുക്കുണ്ടായിരുന്നത് എത്ര വകുപ്പുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഇവിടെ വരുമ്പോൾ 484 വകുപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, 37 ചാപ്റ്ററും ഉണ്ടായിരുന്നു, 2 പട്ടിക ഉണ്ടായിരുന്നു. പക്ഷേ BNSSൽ അതുപോലെ തന്നെ എത്രയാണ്? ഇപ്പോൾ 531 വകുപ്പുകളും 39 അധ്യായവും 2 പട്ടികയുമാണ് പുതിയ നിയമത്തിൽ വന്നത്. ഇതെന്താണ്? ഒരു ക്രിമിനൽ നടപടിക്രമങ്ങളാണ്. നമ്മൾ BNSൽ ശിക്ഷകളാണ് പഠിക്കുന്നത്, കുറ്റവും ശിക്ഷയും. പക്ഷെ ഇവിടെ പറയുന്നത് മുഴുവൻ നടപടിക്രമങ്ങളെ പറ്റി പറയുന്നു. ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, അത് കഴിഞ്ഞിട്ടുള്ള നടപടികൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് BNSSലേക്ക് വരുമ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ BNSSൽ നമ്മൾ ആദ്യം പഠിക്കുന്നു എന്താണ് കോഗ്നൈസബിൾ എന്ന നോൺ കോഗ്നൈസബിൾ. നമുക്ക് ഡെഫിനിഷൻസിനെ പറ്റി പഠിക്കുന്ന സെക്ഷൻ 2 2 ഡെഫിനിഷൻസ് നല്ല വ്യക്തമായിട്ട് പഠിക്കുന്നു. ഡെഫിനിഷൻസ് എന്താണ്? ഡെഫിനിഷൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഡെഫിനിഷൻസ്? ആദ്യം 2 ക്ലോസ് 1 ക്ലോസ് എന്താണ് A പഠിച്ചു, 2 ക്ലോസ് 1 ക്ലോസ് C പഠിക്കാം, 2 ക്ലോസ് 1 ക്ലോസ് G പഠിക്കാം, 2 ക്ലോസ് 1 ക്ലോസ് O പഠിക്കാം. ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ 2 ക്ലോസ് 1 ക്ലോസ് Kയും 2 ക്ലോസ് 1 ക്ലോസ് Lയും 2 ക്ലോസ് 1 ക്ലോസ് X, 2 ക്ലോസ് 1 ക്ലോസ് Y, 2 ക്ലോസ് 1 ക്ലോസ് Z, ഇത്രയും പഠിക്കണം. അതുപോലെ 2 ക്ലോസ് 1 ക്ലോസ് H. ഇത്രയും വ്യക്തമായിട്ട് പഠിച്ചാൽ ഒരു മാർക്ക് ഷുവറായിട്ടും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 5 മാർക്ക് നമുക്ക് BNSSൽ നിന്നുണ്ട്. 5 മാർക്കിൽ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻസ് A ഫോർ ഓഡിയോ വീഡിയോ എന്ന് നിങ്ങൾ ഓർക്കണം. A ഫോർ ഓഡിയോ വീഡിയോ. C ഫോർ ബെയിലബിൾ. C ഫോർ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ. ജാമ്യം ലഭിക്കുന്നവയും ജാമ്യം ലഭിക്കാത്തവയും പറ്റി പറയുന്നതാണ് 2 ക്ലോസ് 1 ക്ലോസ് C. അപ്പോൾ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ 2 ക്ലോസ് 1 ക്ലോസ് C എന്ന് മനസ്സിലാക്കണം. 2 ക്ലോസ് 1 ക്ലോസ് C ബെയിലബിളും നോൺ ബെയിലബിളും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കുന്നത്, നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കാത്തത്. ഇത്രയും സെറ്റായിട്ട് മനസ്സിലായോടാ? സെറ്റായിട്ട് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ A ഫോർ ഓഡിയോ വീഡിയോ, C ഫോർ ബെയിലബിൾ നോൺ ബെയിലബിൾ സെറ്റായിട്ട് മനസ്സിലായി. ക്ലിയർ? ഇനി നമ്മൾ നോക്കാനുള്ളത് ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 പട്ടിക പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇവിടെ 2 പട്ടിക. ഈ 2 പട്ടികയിൽ 1ാമത്തെ പട്ടികയ്ക്കകത്താണ് ഏതൊരു കേസും കോഗ്നൈസബിൾ ആണെന്നോ നോൺ കോഗ്നൈസബിൾ ആണെന്നോ ബെയിലബിൾ ആണെന്നോ നോൺ ബെയിലബിൾ ആണെന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അറിയുക, ബെയിലബിളും നോൺ ബെയിലബിളും ഒക്കെ 2 ക്ലോസ് 1 ക്ലോസ് Cയും Aയും ഒക്കെ. ഇനി G, 2 ക്ലോസ് 1 ക്ലോസ് G എന്ന് പറഞ്ഞാൽ എന്താണ്?
ജി കോഗ്നൈസബിൾ, ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ കോഗ്നൈസബിൾ. അപ്പോൾ 2 clause 1 clause A ഫോർ ഓഡിയോ വീഡിയോ, C ഫോർ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ, G ഫോർ കോഗ്നൈസബിൾ നോൺ കോഗ്നൈസബിൾ, G ഫോർ കോഗ്നൈസബിൾ, O ഫോർ നോൺ കോഗ്നൈസബിൾ. അപ്പോൾ കോഗ്നൈസബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോലീസിന് വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഇത് പട്ടിക 1 പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ 2 clause 1 clause O എന്ന് പറഞ്ഞാൽ പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് 2 clause 1 clause O എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പഠിച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്താൽ പോലീസിന് വാറണ്ട് ആവശ്യമുണ്ടോ? ഉണ്ട്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ആവശ്യമാണ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ 2 മാത്രമാണ് ശരി എന്ന് പറയുന്നത്. 2 മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ, അപ്പോൾ AI ഓഡിയോ വീഡിയോ, C ഫോർ ബെയിലബിൾ നോൺ ബെയിലബിൾ, G ഫോർ കോഗ്നൈസബിൾ, O ഫോർ നോൺ കോഗ്നൈസബിൾ, H ഫോർ എന്താണെന്ന് ചോദിച്ചാൽ പരാതി അല്ലെങ്കിൽ കംപ്ലൈൻറ്റ്. ഒരു വ്യക്തി കോടതിയോട് തൻ്റെ ആവലാതി പറയുന്നതിനെയാണ് പരാതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2 clause 1 clause K എന്ന് പറഞ്ഞാൽ ഇൻക്വയറി എന്ന് പറയുന്നു. ഇൻക്വയറി എന്ന് പറഞ്ഞാൽ അന്വേഷണ വിചാരണ. ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതി നടത്തുന്ന അന്വേഷണത്തിനെയാണ് അന്വേഷണ വിചാരണ എന്ന് പറയുന്നത്. 2 clause 1 clause L എന്ന് പറയുന്നത് എന്താണ്? അന്വേഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നു. അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഇത് നടത്തുന്നത് പോലീസോ അല്ലെങ്കിൽ കോടതി നിയോഗിക്കുന്ന മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളോ നടത്തുന്നതാണ് അന്വേഷണം എന്ന് പറയുന്നത്. അപ്പോൾ K ഫോർ കോടതി എന്നും L ഫോർ ലത്തി എന്നും പഠിച്ചു. ലത്തി പോലീസ് ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഇനി X എന്ന് പറഞ്ഞാൽ സമൻസ് കേസ് അല്ലെങ്കിൽ പെറ്റി കേസ് എന്ന് പറയും, സമൻസ് കേസ്. ഇനി Z എന്ന് പറഞ്ഞാൽ വാറണ്ട് കേസ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ 2 വർഷമോ അതിലധികമോ ജീവപര്യന്തമോ വധശിക്ഷയോ കിട്ടാവുന്ന എല്ലാ കേസുകളെയും ഏത് കൂട്ടത്തിൽ പറയുന്നു? വാറണ്ട് കേസിൽ പറയുന്നു. അപ്പോൾ വാറണ്ട് കേസിൽ എന്താണ്? 2 വർഷമോ അതിലധികമോ ജീവപര്യന്തമോ വധശിക്ഷയോ കിട്ടാൻ സാധ്യതയുള്ള കേസുകളെയാണ് വാറണ്ട് കേസ് എന്ന് പറയുന്നത്. അതിൽ പെടാത്തതെല്ലാം ഏതാണ്? സമൻസ് കേസ് എന്നും പറയുന്നു. അപ്പോൾ അതിൽ പെടാത്തതെല്ലാം സമൻസ് കേസ് എന്നും പറയുന്നു. ഇനി 2 clause 1 clause ഒയ് എന്ന് പറഞ്ഞാൽ ഇര എന്നാൽ ആരാണ്? ഓക്കെ, ഇര എന്നാൽ അറിയാലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നഷ്ടം വന്ന ആളാണ് ഇര എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 പ്രകാരം സെക്ഷൻ 41 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കണം. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 പ്രകാരം സെക്ഷൻ 41 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു 41? നമുക്ക് ആദ്യം BSA കുറിച്ച് പഠിക്കാം. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 നിലവിൽ വന്ന ഡേറ്റ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഭാരതീയ സാക്ഷ്യ അധീനമായി മാറി. കാരണം പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റൂളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എവിഡൻസ് ആക്ട്. എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം നടത്താൻ പറ്റുള്ളൂ. മാത്രമല്ല അന്വേഷണം നടത്തിയിട്ട് കിട്ടുന്നതാണല്ലോ എവിഡൻസ്. ഇതുണ്ടെങ്കിലല്ലേ ഒരാൾക്ക് ശിക്ഷ വിധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ BNSSനെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് BSA ആണ്. അപ്പോൾ ഭാരതീയ സാക്ഷ്യ അധീനിയം 2023 പഠിച്ചു. എത്ര വകുപ്പുകളുണ്ട്, എത്ര ചാപ്റ്ററുകൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരുന്നപ്പോൾ 167 വകുപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര വകുപ്പായി മാറി? 170 വകുപ്പായി മാറി. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ എത്ര സെക്ഷൻ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ ആണല്ലോ വകുപ്പ്, എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എത്രയായി? നമുക്ക് 12 മാറി. ഇവിടെ 3 ഭാഗമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഭാഗമായി മാറി? 4 ഭാഗം. ഇതാണ് പുതിയ നിയമത്തിലെ മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ അധീനിയം വന്നപ്പോൾ ഭാരതീയ സാക്ഷ്യ അധീനിയത്തിൽ പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങളുണ്ട്. ഒന്ന് ഞാനിവിടെ എഴുതാം, ഡെഫിനിഷൻസ് എന്നെഴുതാം, ഡെഫിനിഷൻസ് അല്ലെങ്കിൽ നിർവചനങ്ങൾ എന്നെഴുതാം. രണ്ടാമത്തെ ഭാഗം കൺഫെഷൻ എന്നൊരു ഭാഗം ഇവിടെ എഴുതാം, മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മരണമൊഴി അല്ലെങ്കിൽ കാണാതായ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യവും. അടുത്ത ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് എന്താണ്
വിദഗ്ധന്മാരുടെ അഭിപ്രായം അല്ലെങ്കിൽ എക്സ്പേർട്സ് എന്ന് പറയുന്ന ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒറ്റ വീഡിയോയിൽ അങ്ങ് നിൽക്കും. അപ്പോൾ ഡെഫിനിഷൻസിൽ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ പഠിക്കുമ്പോൾ ഡെഫിനിഷൻസിൽ പറയാനുള്ള എന്തൊക്കെയാണ്? ടു ക്ലോസ് ഡി പഠിക്കുന്നുണ്ട്, ടു ക്ലോസ് ഇ പഠിക്കുന്നുണ്ട്, ടു ക്ലോസ് എഫ് പഠിക്കുന്നുണ്ട്, ടു ക്ലോസ് ജി പഠിക്കുന്നുണ്ട്, ടു ക്ലോസ് കെ പഠിക്കുന്നുണ്ട്. ഇത്രയും നമുക്ക് നോക്കാമോ? ഇത്രയും ഈസി അല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നു. ആദ്യം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടു ക്ലോസ് ഡി ഫോർ ഡോക്യുമെന്റ്. ഡിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് എന്നാണ്, അല്ലെങ്കിൽ ഇതിന്റെ മലയാളം എന്താണ്? രേഖ എന്നാൽ എന്താണ്? മലയാളം രേഖ എന്നാൽ എന്താണ്? നമ്മൾ കോടതിയിൽ ഏതെങ്കിലും രേഖ തെളിവായി കൊടുക്കുന്ന എല്ലാ വസ്തുവിനെയാണ് രേഖ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ രേഖ എന്താണ്? അപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന അക്ഷരങ്ങളിലോ അക്കങ്ങളിലോ അടയാളങ്ങളിലോ ഇലക്ട്രോണിക്സ് രൂപത്തിലോ നൽകുന്നതെല്ലാം രേഖയാണ്. കാരണം നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ രൂപത്തിൽ BNS ആയാലും BNSS ആയാലും BSA ആയാലും എല്ലാത്തിലും ഇലക്ട്രോണിക്സിന് ഇപ്പോൾ പ്രാധാന്യം കൂടി. കാരണം ഇപ്പോൾ ഒരാളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാളെ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റുന്ന ഏത് തന്നെയാണ്? അയാളുടെ മൊബൈലോ ലാപ്ടോപ്പോ മറ്റോ വാങ്ങിക്കഴിഞ്ഞാൽ അയാളെ സിമ്പിളായിട്ട് പൊക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ ടു ക്ലോസ് ഡി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം രേഖകളാണ്. ഓക്കെ, അപ്പോൾ രേഖ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പഠിച്ചല്ലോ? പ്രമാണങ്ങൾ രേഖയാണ്, എഴുതപ്പെട്ടത് രേഖയാണ്, അല്ലേ? ഫോട്ടോഗ്രാഫിലെ രേഖയാണ്, എന്തിനേറെ പറയുന്നു ഒരു കാരിക്കേച്ചർ ഒരു രേഖയാണ്. കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ ഹാസ്യചിത്രം ഒരു രേഖയാണ്, അച്ചടിച്ചതൊരു രേഖയാണ്, അക്കങ്ങളിലുള്ള രേഖ, ഇതൊക്കെ രേഖ അല്ലെങ്കിൽ ഡി ഫോർ ഡോക്യുമെന്റ്. ഇ ഫോർ എവിഡൻസ്, തെളിവ്. ടു ക്ലോസ് ഇ ഫോർ എവിഡൻസ് അല്ലെങ്കിൽ തെളിവ് എന്ന് പറയുന്നു. എവിഡൻസ് അല്ലെങ്കിൽ തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതി ആവശ്യപ്പെടുമ്പോഴോ നമ്മൾ കോടതിയോട് അപേക്ഷിച്ചുകൊണ്ടോ കോടതിയിൽ നമ്മൾ ഹാജരാക്കുന്ന എല്ലാ രേഖകളെയുമാണ് തെളിവ് എന്ന് പറയുന്നത്. നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്ന എല്ലാ രേഖകളെയും പറയുന്ന പേരാണ് തെളിവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഏതിൽ പറയുന്നുണ്ട്? ടു ക്ലോസ് ഇയിൽ നല്ല സെറ്റായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ടു ക്ലോസ് ഡി പഠിച്ചു, ടു ക്ലോസ് ഇ പഠിച്ചു. മനസ്സിലായി. ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് എന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം എന്താണ്? വസ്തുത എന്നാണ്. ഫാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മലയാളം എന്താണ്? വസ്തുത. എന്താണ് വസ്തുത അല്ലെങ്കിൽ ഫാക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു കാര്യം, നമ്മൾ ഭൂമിയിൽ ഇപ്പോൾ ഒരു കാര്യം, ഭൂമി കറങ്ങുന്നു, ശരി, അതൊരു ഫാക്റ്റാണ്. മഴ പെയ്യുന്നു, അതൊരു ഫാക്റ്റാണ്. മഴ പെയ്യുമ്പോൾ നമുക്ക് വെള്ളമാണ് ഭൂമിയിൽ വീഴുന്നത്, അതൊരു ഫാക്റ്റാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് BSA ആണ് ഞാൻ പഠിപ്പിക്കുന്നത്, അതൊരു ഫാക്റ്റാണ്. അല്ലെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഫാക്റ്റാണ്. അതിനെതിരെ വരുമ്പോഴാണ് അത് വിവാദ വസ്തുതയായി മാറുന്നത്. അപ്പോൾ ഇതൊക്കെ വസ്തുത നിങ്ങളും അംഗീകരിക്കും, ഞാനും അംഗീകരിക്കും. അത് ലോക സത്യമാണ്. ഫാക്റ്റ് എന്ന് പറയുന്നത് ലോക സത്യത്തിനെയാണ് ഫാക്റ്റ് അല്ലെങ്കിൽ വസ്തുത എന്ന് പറയുന്നത്. ഇനി എന്താണ് ടു ക്ലോസ് ജി എന്ന് പഠിച്ചാൽ? ടു ക്ലോസ് ജി എന്ന് പറഞ്ഞാൽ വിവാദ വസ്തുത. അപ്പം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളത് അംഗീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ ക്ലിയർ ആവാതിരിക്കുകയോ ചെയ്താൽ അതാണ് വിവാദ വസ്തുത, അല്ലെങ്കിൽ ടു ക്ലോസ് ജിയിൽ പറയുന്നു വിവാദ വസ്തുത. എന്താണ് വിവാദ വസ്തുത എന്ന് ചോദിച്ചാൽ വസ്തുതയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഒരു വ്യാപാരത്തിലോ വ്യവഹാരത്തിലോ എന്തെങ്കിലും വരുന്നുവെങ്കിൽ അതിനെയാണ് വിവാദ വസ്തുത എന്ന് നിങ്ങൾ പറയുന്നത്. സെറ്റായിട്ട് മനസ്സിലായില്ലേ കുട്ടികളെ? മനസ്സിലായി. ഇനി ടു ക്ലോസ് കെ പഠിക്കാൻ നമുക്ക്. ടു ക്ലോസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസക്തം. കോടതിക്ക് ചില വസ്തുതകൾ പ്രസക്തമാകാം, ചിലത് അപ്രസക്തമാകാം. പ്രസക്തമെന്നാൽ കോടതി തെളിവായി സ്വീകരിക്കുന്നതും അപ്രസക്തമെന്നാൽ കോടതി അത് തിരസ്കരിക്കുന്നതുമാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് ഡെഫിനിഷൻസ്. ഇനി കൺഫെഷൻസ് അല്ലെങ്കിൽ കുറ്റസമ്മതം എന്നാൽ 22-ലും 23-ലും പറയുന്നു 5 മാർക്കാണ് നിങ്ങൾക്ക്. CPO പരീക്ഷകളിൽ 2 മാർക്കേ ഉള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ 5 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഏതിലാണ്? SIയുടെ എക്സാമിന് 5 മാർക്കാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, CPOയ്ക്കും SIക്കും ഒരേ ലെവലിലാണ് സിലബസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഹൈ ലെവലിൽ ചോദിക്കുന്നുണ്ട്. 5 മാർക്കാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ മാർക്കുകളാണ് നിങ്ങളുടെ. ഓക്കെ, 22 നമുക്കറിയാം. ഇത് BNSSലെ 183-ലും 182-ലും ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് കുറ്റസമ്മതം. ആരോട് കുറ്റസമ്മതം നടത്താം? ഏതൊരു വ്യക്തിക്കും ഏതൊരു മജിസ്ട്രേറ്റിനോടും കുറ്റസമ്മതം നടത്താം. ഏതൊരു മജിസ്ട്രേറ്റിനോടും അവർക്ക് അധികാരപരിധി ഉണ്ടെങ്കിലും അധികാരപരിധി ഇല്ലെങ്കിലും എന്ത് നടത്താം? കുറ്റസമ്മതം നടത്താം. അധികാരപരിധി ഉണ്ടെങ്കിലും അധികാരപരിധി ഇല്ലെങ്കിലും കുറ്റസമ്മതം നടത്താം എന്ന് പറയുന്ന സെക്ഷനാണ് 22 എന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആണേ? അപ്പോൾ അവിടെ
മജിസ്ട്രേറ്റിനോട് പറയുമ്പോൾ മജിസ്ട്രേറ്റ് അയാളോട് പറയുന്നു, നിങ്ങൾ എന്നോട് കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെ ഇത് മൊഴിയായിട്ട് സ്വീകരിക്കുകയും നിങ്ങൾക്കെതിരെ ശിക്ഷാവിധിയിലേക്ക് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി എന്നിട്ടും അയാൾ സമ്മതത്തോടെ പറയാൻ റെഡിയാണെങ്കിൽ അത് കേൾക്കാം. അത് സ്വീകാര്യമാണ് കുറ്റസമ്മതം. എങ്കിൽ ഒരിക്കലും അത് സ്വീകാര്യമാകാത്ത കണ്ടീഷൻ എപ്പോഴാ? ഏതെങ്കിലും പ്രലോഭനമോ പ്രചോദനമോ ഭീഷണിയോ മറ്റോ കൊണ്ട് പേടിച്ചാണ് ആരെങ്കിലും പറയുന്നതെങ്കിൽ അത് സ്വീകാര്യമല്ല, അത് അപ്രസക്തമാണ്. ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെയാണ് പറയുന്നതെങ്കിൽ അത് അപ്രസക്തമാണെന്നറിയണം. ഇനി 23 വരുമ്പോൾ എന്താണ്? 23 അപ്പോൾ 22 നമ്മൾ പഠിച്ചു. ഇനി 23 വരുമ്പോൾ ഇതാണ്ടോ 23 വരുമ്പോൾ പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം. പോലീസിനോട് പറയുന്ന കുറ്റസമ്മതത്തെ പറ്റിയാണ് സെക്ഷൻ 23 വരുന്നത്. പോലീസിനോട് പറയുന്ന കുറ്റസമ്മതത്തെ പറ്റി പറയുന്നത് സെക്ഷൻ 23 എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെയാണ്. 23 എന്താണ്? 23 പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം. പോലീസിനോട് പറയുന്ന കുറ്റസമ്മതം യാതൊരു സംഗതിയിലും സ്വീകാര്യമല്ല. അത് മജിസ്ട്രേറ്റിൻ്റെ അതേ പദവിയിലുള്ള പോലീസ് ആയാൽ പോലും അത് സ്വീകാര്യമല്ല എന്നാണ് പറയുന്നത്. കാരണം എത്ര പവറുള്ള പോലീസ് ആയാലും മജിസ്ട്രേറ്റിനോട് പറയും പോലെ കുറ്റസമ്മതം സ്വീകാര്യമല്ല. ഇനി എപ്പോഴൊക്കെ സ്വീകാര്യമാകുമെന്ന് ചോദിച്ചാൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ പോലീസിനോട് നടത്തുന്ന കുറ്റസമ്മതം സ്വീകാര്യമാണ്. അതുമാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ഈ പോലീസിനോട് പറയുമ്പോൾ ഈ തെളിവോടുകൂടിയാണ് പറയുന്നതെങ്കിൽ മാത്രം പോലീസിന് അത് എടുക്കാം. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ കൊന്നിട്ട് കത്തിയുമായി വരികയാണെങ്കിൽ മാത്രം അതെടുക്കാം. ഇതാണ് 23. ഇനി അതുപോലെ 24 ഒരു വകുപ്പ് കൂടെ പറയുന്നുണ്ട്. 24 എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ 24 പറയുന്നത്, അതായത് ഏതെങ്കിലും ഒരു കൂട്ടവിചാരണ നടക്കുകയാണ്, ഒരു കുറ്റവുമായി ബന്ധപ്പെട്ട് കൂട്ടവിചാരണ നടക്കുകയാണ്. കൂട്ടവിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പേരെ അതിൽ വിചാരണ ചെയ്യണം. അതിൽ ഒരാളെ പിടിച്ചുവെങ്കിലും മറ്റുള്ളവരെ കിട്ടിയില്ല, അവിടെ വിളംബരം ചെയ്തിരിക്കുകയാണ് അവരെ കിട്ടാൻ വേണ്ടി. ആ സമയത്ത് ഈ ആൾ പറയുകയാണ് മറ്റുള്ളവരും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുകയാണ്. അതായത് എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല മറ്റുള്ളവരും കൂടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവരെയും ഈ മൊഴി പ്രകാരം പിടിക്കാമെന്നാണ് പറയുന്നത്, കുറ്റസമ്മതം. ഇനി മരണമൊഴിയുമായി ബന്ധപ്പെട്ട വകുപ്പ് 26 വകുപ്പാണ്. വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. കാണാതായതോ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കാത്തതോ ജീവച്ഛവമായി കിടക്കുന്നതോ മരിച്ചുപോയതോ ആളുടെ മൊഴി എപ്പോഴൊക്കെ വിചാരണയിൽ പ്രസക്തമെന്ന് പറഞ്ഞാൽ, അപ്പോൾ മരണമൊഴി എന്നാൽ എന്തെന്ന് പഠിക്കുമ്പോൾ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ മരണത്തിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന് നേരത്തെ സൂചന നൽകിയിട്ടുണ്ടാകാം. അയാൾ എങ്ങനെ മരിക്കാൻ സാധ്യതയുണ്ട്, കാരണം ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരാൾ ആശുപത്രിയിൽ ആക്രമണത്തിൻ്റെ ഭാഗമായി കിടന്നിട്ട് പോലീസിനോടോ മജിസ്ട്രേറ്റിനോടോ ഡോക്ടറിനോടോ നൽകുന്നതാണ് മരണമൊഴി. ഇപ്പോൾ അത് പറയുന്നു ഏതൊരു വ്യക്തിയോടും മരണമൊഴി സ്വീകാര്യമാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ പക്ഷേ മജിസ്ട്രേറ്റിനോട് പറയുന്ന മൊഴിയാണ് കൂടുതൽ പ്രാധാന്യം. മരണമൊഴി എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ മരണമൊഴി പൂർണ്ണമായിരിക്കണം. കാരണം പറയുമ്പോൾ വ്യക്തമായിരിക്കണം. മരണമൊഴി പൂർണ്ണമായിരിക്കണം. മരണമൊഴി ചോദ്യോത്തര രൂപത്തിലായിരിക്കണം. മരണമൊഴി എടുത്ത ആൾ അയാൾ മരിച്ചിരിക്കണം. മരണമൊഴി നൽകിയ ആൾ മരിച്ചിരിക്കണം. അതുപോലെ പരിക്കുകളായിരിക്കണം അയാളുടെ മരണത്തിൻ്റെ റീസൺ. ഇതൊക്കെയാണ് മരണമൊഴിയുടെ കണ്ടീഷനും. മാത്രമല്ല ഈ മരണമൊഴിയിൽ പ്രധാനപ്പെട്ട ആത്മഹത്യാക്കുറിപ്പും മരണമൊഴിയുടെ പരിധിയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ വരും. ആത്മഹത്യാക്കുറിപ്പും മരണമൊഴിയുടെ പരിധിയിൽ വരുമോ എന്ന് ചോദിച്ചാൽ വരും എന്ന് നിങ്ങൾ അറിയണം. ആത്മഹത്യാക്കുറിപ്പും മരണമൊഴിയുടെ പരിധിയിൽ വരും എന്ന് സെറ്റായിട്ട് മനസ്സിലാക്കണം. ക്ലിയർ ആണ്. ഇതാണ് സെക്ഷൻ 26 എന്ന് നിങ്ങൾ സെറ്റായിട്ട് മനസ്സിലായി. ഓക്കെ ആണോടാ? ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. മരണമൊഴി കഴിഞ്ഞു. നമ്മളിനി അതിനകത്ത് തന്നെ 26, 27 ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം പറഞ്ഞാൽ നമുക്ക് ഒരുപാടായിപ്പോവും. 27 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ മരിച്ചാലും അയാളുടെ മൊഴി പിന്നെയും എടുക്കാമെന്നാണ് കേട്ടോ. ഒരാൾ മരിച്ചുപോയി, പക്ഷേ അയാൾ ആദ്യം നൽകിയ മൊഴി പിന്നെയും സ്വീകാര്യമാണ്. പിന്നെ കുറേ സെക്ഷനൊക്കെ ഉണ്ടെങ്കിലും എക്സ്പേർട്സ്, ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് പ്രധാനമാണ്. 39, 40, 45 നമുക്ക് പഠിക്കാം. 39 എന്ന് പറഞ്ഞാൽ വിദഗ്ധന്മാരുടെ അഭിപ്രായം. ഏതൊരു മേഖലയിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിയാണ് വിദഗ്ധൻ. അപ്പോൾ കോടതിക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുള്ളപ്പോൾ കോടതി ആരോടാണ് ചോദിക്കുന്നത്? എക്സ്പേർട്ടിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, അല്ലേ? കോടതിക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതുള്ളപ്പോൾ കോടതി ആരോട് ചോദിക്കും? എക്സ്പേർട്ടിനോട് ചോദിക്കും, അല്ലെങ്കിൽ വിദഗ്ധനോട് ചോദിക്കും. ഇങ്ങനെയാണോ അല്ലെങ്കിൽ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നു. അതാണ് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് കൈയക്ഷര വിദഗ്ധൻ എക്സ്പേർട്ടാണ്,
അതുപോലെ ഡോക്ടർ എക്സ്പേർട്ടാണ്, അതുപോലെ ഫോറൻസിക് എക്സ്പേർട്ടാണ്, അതുപോലെ കലയിലുള്ള ആൾ എക്സ്പേർട്ടാണ്, സ്പോർട്സിലുള്ള ആൾ എക്സ്പേർട്ടാണ്. അപ്പോൾ ഇവരൊക്കെ എക്സ്പേർട്ടുകൾ എന്ന് പറയാം. കോടതിക്ക് എന്തെങ്കിലും ഒരു സ്വർണം, എത്ര വർഷം പഴക്കമുള്ള സ്വർണം എന്നറിയാൻ സ്വർണ്ണപ്പണിക്കാരനെ വിളിക്കുക. ഒരു മനുഷ്യൻ്റെ ശരീരം കിട്ടിയത് എത്ര വർഷം പഴക്കമുണ്ട് അയാളെ വിളിക്കുക. ഒരു മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെങ്കിൽ അയാളെ വിളിക്കുക. അപ്പോൾ ഓരോന്നിനും ആരെയൊക്കെ അറിയാമോ അവരെയൊക്കെ വിളിക്കുക. അതിന് 39. 40 എന്ന് പറയുന്നത് ഈ എക്സ്പേർട്ടിനോട് കോടതി ചോദിക്കും, നിങ്ങൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി അയാളോട് പറയണം. കോടതിയോട് ഇയാൾ പറയും എന്നാണ്, ഞാൻ ഇന്ന സ്ഥലത്തോടെ ഇത് കണ്ടിട്ടുണ്ട്, അവിടെ ഇതുപോലെ ആയിരുന്നു, ആ സ്ഥലത്ത് ഇതേപോലൊരു സംഭവം നടന്നപ്പോൾ അവിടെയും ഇതുപോലെ ആയിരുന്നു എന്ന് കാണിച്ചു കൊടുത്താൽ അതാണ് 40. എന്നാൽ എന്താണ് 45 എന്ന് ചോദിച്ചാൽ, 45 എന്ന് ചോദിച്ചാൽ ഇയാൾ തന്നെ സ്വന്തമായിട്ട്, ഈ എക്സ്പേർട്ട് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടാണ് അത് പറയുന്നതെങ്കിൽ അത് 45. അപ്പോൾ 39 എക്സ്പേർട്ടെന്നും 40 എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരാളുടെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെളിയിക്കുന്നത് 40ഉം സ്വന്തം എക്സ്പെരിമെൻ്റ് കൊണ്ട് കാണിക്കുന്നത് 45 എന്ന് പഠിക്കുക. ഇതാണ് 39, 40, 45 സെറ്റായിട്ട് മനസ്സിലായി. BSA. ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ ആൻസർ 41 എന്തുമായി ബന്ധപ്പെടുന്നു ചോദിച്ചാൽ നമുക്ക് എഴുതാം 39 മുതൽ വിദഗ്ധന്മാരുടെ അഭിപ്രായം 39 കേട്ടോ. 39 ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ രേഖ ഏതാണ്? ടു ക്ലോസ്. പറയൂ. ഡോക്യുമെൻ്റ് ഡീഫ് അല്ലേ? അതുപോലെ പ്രസക്തം എന്നതിൻ്റെ നിർവചനം ഏതിൽ പറയുന്നുണ്ട്? ടു ക്ലോസ് കെയിൽ പറയുന്നുണ്ട് പ്രസക്തം. ഇനി നമ്മൾ കയ്യക്ഷരവും ഒപ്പും സംബന്ധിച്ച അഭിപ്രായമാണ് 41 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കയ്യക്ഷരവും ഒപ്പും സംബന്ധിച്ച അഭിപ്രായം, അതായത് കയ്യക്ഷര വിദഗ്ധനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. BSA നല്ല സെറ്റായിട്ട് മനസ്സിലായില്ലേ കുട്ടികളെ? സെറ്റായിട്ട് മനസ്സിലായി. അടുത്തത് ശരിയായ ജോഡി ഏത്? വീണ്ടും BNSലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നു. ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി അതായത് ഇപ്പം BNSുമായി ബന്ധപ്പെട്ടാണല്ലോ. ആത്മഹത്യക്ക് പ്രേരണ നൽകൽ. എന്താണ് ആത്മഹത്യക്ക് പ്രേരണ നൽകൽ എന്നാണ്. ഇവിടെ വീണ്ടും സംഘടിത കുറ്റകൃത്യം വരുന്നു, കൊലപാതകത്തിനുള്ള ശ്രമം വരുന്നു, തീവ്രവാദ പ്രവർത്തനം. ഇത് മുഴുവൻ എവിടെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന കുറ്റങ്ങളാണ് ചാപ്റ്റർ. ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ മുഴുവൻ കവറായി പോകുന്നുണ്ട് അല്ലേ? ചാപ്റ്റർ 6മായി ബന്ധപ്പെട്ടാണ്. നമുക്ക് 100 മുതൽ 146 വരെയുള്ള എല്ലാ സെക്ഷനും ഇതിനകത്ത് കവർ ചെയ്ത് വരും. അപ്പോൾ ആത്മഹത്യ തുടങ്ങിയവയൊക്കെ ഇവിടെ വരുന്നുണ്ട്. ആദ്യം നമുക്ക് നോക്കാം. കൊലപാതകത്തെ പറ്റി പറയുന്ന വകുപ്പ് ഞാൻ ഇവിടെ എഴുതിത്തരാം. കൊലപാതകമല്ല, ആദ്യം കുറ്റകരമായ നരഹത്യ 100, കൊലപാതകം 101 സെറ്റ്. കൊലപാതകത്തിൻ്റെ കുറ്റകരമായ നരഹത്യയുടെയും ശിക്ഷ 105 ഇവിടെ വരുന്നു 103 വരുന്നു. ഇനി 102 ആള് മാറിക്കൊന്നാൽ കിട്ടുന്നത് 102ലും. 104 എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ വീണ്ടും ഒരു കൊലപാതകം ചെയ്താൽ വധശിക്ഷ കിട്ടുമെന്ന് പറയുന്നത് 104ലുമാണ്. ഇനി നമ്മൾ അവിടെ പഠിക്കുന്നു 106 പഠിക്കുന്നു. 106 എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടുകൂടി ചെയ്ത് ഒരാളെ കൊന്നു കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് പറയുന്നത് 5 വർഷം കിട്ടും. എന്നാൽ അവിടെ വാഹനമോ മറ്റോ നിർത്താതെ പോയി, ആരെയും അറിയിക്കാൻ നിർത്താതെ പോയാൽ അത് 10 വർഷമാണ്. ഇനി അശ്രദ്ധമായ പ്രവൃത്തി എന്നൊരു ഡോക്ടറാണെങ്കിൽ 2 വർഷമാണ്. അപ്പം 3 തരം ശിക്ഷയാണ് 106ൽ വരുന്നത്. ഓക്കെ. അതുപോലെ 107ഉം 108ഉം ഒക്കെ വരുന്നു. എന്താണ് പ്രേരണ, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് നോക്കാം. സെക്ഷൻ ഏതാണ്? 108. അപ്പോൾ പ്രേരണയൊക്കെയാണ് അവിടെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം പ്രേരണ എന്താണെന്ന് നോക്കാം. മറ്റവിടെ ശ്രമവും ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ആത്മഹത്യക്ക് പ്രേരണ നൽകൽ എന്താണ്, സംഘടിത കുറ്റകൃത്യം എന്താണ്, കൊലപാതകത്തിനുള്ള ശ്രമം എന്താണ്, തീവ്രവാദ പ്രവർത്തനത്തിലുള്ള ശ്രമം എന്താണ്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ആത്മഹത്യക്ക് പ്രേരണ നൽകിയാൽ 108ലേക്ക് പോകുന്നു. എന്നാൽ കുട്ടിയുടെ ആത്മഹത്യക്ക് പ്രേരണ നൽകിയാൽ 107ലേക്ക് പോകുന്നു. ഇനി എന്താണ് കൊലപാതകത്തിനുള്ള ശ്രമം എന്ന് ചോദിച്ചാൽ അത് 109ലേക്ക് പോകുന്നു. എങ്കിൽ കുറ്റകരമായ നരഹത്യക്കുള്ള ശ്രമം 110ലേക്ക് പോകുന്നു. എന്താണ് സംഘടിത കുറ്റകൃത്യം എന്ന് 111ലേക്ക് പോകുന്നു. എന്താണ് ചെറിയ സംഘടിത കുറ്റകൃത്യം 112ലേക്ക് പോകുന്നു. എന്താണ് തീവ്രവാദ പ്രവർത്തനം 113ലേക്കും പോകുന്നു. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ളത് 111ഉം 112ഉം 113 നമ്മൾ പഠിച്ചു. 111 പറഞ്ഞാൽ സംഘടിത കുറ്റകൃത്യം, 112 ചെറിയ സംഘടിത കുറ്റകൃത്യം, 113 തീവ്രവാദ പ്രവർത്തനം. ഇത് സെറ്റായിട്ട് മനസ്സിലായോ? 111, 112, 113 നല്ല വ്യക്തമായിട്ട് മനസ്സിലായ കുട്ടികളെ? നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ അല്ലേ? അതെന്താണ് നിങ്ങൾ വായിക്കണം കേട്ടോ. 111 ചെറിയ സംഘടിത കുറ്റകൃത്യവും വലിയ സംഘടിത കുറ്റകൃത്യവും തീവ്രവാദ പ്രവർത്തനവുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അറിയേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 114 116 നിങ്ങൾ അറിയണം. 114 എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹോപദ്രവം അല്ലെങ്കിൽ ഹർട്ടും. 116 ഗ്രീവിയസ് ഹർട്ടുമാണ് അല്ലെങ്കിൽ കഠിന ദേഹോപദ്രവം. ഒരു വ്യക്തിക്ക് ശാരീരികമായ വേദനയോ രോഗമോ ദൗർബല്യമോ ഉണ്ടാക്കിയാൽ, ഒരു വ്യക്തിക്ക് ശാരീരികമായ വേദനയോ രോഗമോ ദൗർബല്യമോ ഉണ്ടാക്കിയാൽ അതാണ് ദേഹോപദ്രവമെന്നും. എന്താണ് കഠിന ദേഹോപദ്രവം എന്ന് ചോദിച്ചാൽ 116 പ്രകാരം എന്താണ്? ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയും. ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയും. ഗ്രീവിയസ് ഹർട്ട് എന്താണ്? ഗ്രീവിയസ് ഹർട്ട് ഒരു വ്യക്തിക്ക് പുരുഷത്വം ഇല്ലാതാക്കുക, കണ്ണിൻ്റെ കാഴ്ചശക്തി എന്നേക്കുമായി നശിപ്പിക്കുക, ചെവിയുടെ കേൾവി ശക്തി എന്നേക്കുമായി നശിപ്പിക്കുക, പല്ലിൻ്റെ എല്ലിൻ്റെ സ്ഥാനമാറ്റൽ, പൊട്ടലുണ്ടാക്കുക തുടങ്ങിയവയൊക്കെയാണ് ഗ്രീവിയസ് ഹർട്ടിൽ വരുന്നത്. മനസ്സിലാക്കിയിരിക്കണം. സെറ്റാണ്. അപ്പോൾ വേദന, രോഗം, ദൗർബല്യം പഠിച്ചു. അത് ഗ്രീവിയസ് ഹർട്ടും പഠിച്ചു. സെറ്റായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് 124 ആസിഡ് ആക്രമണത്തിൻ്റെ ശിക്ഷ. അതായത് ശിക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 വർഷം ടു ജീവപര്യന്തവും, ശ്രമത്തിനുള്ള ശിക്ഷ 5 മുതൽ 7 വർഷവുമാണെന്ന് അറിയണം. ആസിഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ നിങ്ങൾ മറക്കരുത്. 124. ഇപ്പോൾ തന്നെ നമ്മൾ ചാപ്റ്റർ 6 കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ ആൻസർ പഠിച്ചല്ലോ നമ്മൾ. അപ്പോൾ എന്താണ്? 1 പ്രേരണ നൽകുക. 1 സിയിലേക്ക് വരുന്ന ആൻസർ ഏതുണ്ട്? അതാ ഡി വരുന്നു. 1 സി. 2 എ അല്ലേ വരുന്നേ? 2 എവിടെ? 2 ഇട്ടില്ല നമ്മൾ. 2 എ ആണ്. 2 എ ആണ്. അടുത്ത് 3 ബി അല്ലേ വരുന്നേ? 3 ബി ആണ്. ഓക്കെ, അപ്പം നല്ല ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സെറ്റായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. പ്രസ്താവന പരിശോധിക്കുക. സ്ത്രീധന മരണത്തിന് കാരണമാകുന്ന ഏതൊരാൾക്കും ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നു. സ്ത്രീധന മരണം പ്രതിപാദിക്കുന്ന BNS-ലെ വകുപ്പ് 80 ആണ്. ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വീണ്ടും വിവാഹം കഴിക്കുന്നതും 80 ആണെന്ന് പറയുന്നു. ഒരു സ്ത്രീയുടെ ഭർത്താവോ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയത് 85 എന്നും പറയുന്നു. അപ്പോൾ ഇത് ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്നാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട് ഏതൊരാൾക്കും, ആദ്യം നമുക്കിത് ഏത് ചാപ്റ്ററാണ് നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ ഈ ചാപ്റ്റർ 5 ആണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട അധ്യായം 5ലേക്ക് പോകുന്നു. സ്ത്രീകൾക്കും ഒഫൻസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് ആണ്. ഓക്കെ, അപ്പോൾ സ്ത്രീധന മരണം എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ചാപ്റ്റർ 5 63 മുതൽ 99 വരെ നമുക്ക് പഠിക്കാനുണ്ട്. 63 ഓക്കെ, 63 ബലാത്സംഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നോക്കിയിട്ട് വരാം. അപ്പോൾ 80 മുതൽ ആദ്യം 80 എന്താണ്? 80 സ്ത്രീധന മരണം തന്നെയാണ്. അപ്പോൾ സ്ത്രീധന മരണത്തിന് കാരണമാകുന്ന ഏതൊരു വ്യക്തിയും വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ അസ്വാഭാവികമായി മരണപ്പെടുകയോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ അവളെ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കും. അല്ലെങ്കിൽ ഡൗറി ഡെത്ത് എന്ന് പറയുന്നു. എന്താണ് ഡൗറി ഡെത്ത് എന്ന് പറയുന്നുണ്ട്. ഡൗറി ഡെത്ത്. അപ്പോൾ സ്ത്രീധന മരണത്തിന് കാരണമാകുന്ന ഏതൊരാൾക്കും ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പോൾ സ്ത്രീധന മരണത്തിന് കാരണമാകുന്ന ഏതൊരാൾക്കും ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നു. ശരി തന്നെയാണ്. ഡൗറി ഡെത്ത് എന്ന് പറയുന്നു. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 7 മുതൽ ജീവപര്യന്തം വരെ കിട്ടാം. 7 മുതൽ ജീവപര്യന്തം, 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്ന തടവും കിട്ടാം അല്ലേ? അപ്പോൾ അതൊന്ന് ശരി. ഇനി സ്ത്രീധന മരണം 80 തന്നെയാണ്. 2 ശരി. പക്ഷെ 3ാമത്തത് തെറ്റാണെന്നറിയുക, 4ാമത്തതും ശരിയാണെന്നറിയുക. അപ്പോൾ ആൻസർ 1, 3 അല്ലേ? 1, 2, 4 ശരി എന്ന ഓപ്ഷനിലേക്ക് പോവാം. 1, 2, 3 തെറ്റാണ്. 3 തെറ്റാണ്. എന്തുകൊണ്ട് 3 തെറ്റും 5 ശരി എന്തുകൊണ്ടായെന്ന് വെച്ചാൽ 3 എന്ന് പറഞ്ഞാൽ ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വീണ്ടും വിവാഹം കഴിച്ചാൽ അത് 82ാമത്തെ സെക്ഷനാണ്. കാരണം ബൈഗാമി എന്ന് പറയുന്നൊരു വകുപ്പാണ്. ബൈഗാമി. അപ്പോൾ ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുമ്പോൾ വീണ്ടും വിവാഹം കഴിച്ചാൽ അതാണ് ബൈഗാമി എന്ന് പറയുന്നു. വീണ്ടും വിവാഹം കഴിച്ചാൽ. ഇനി അതുപോലെ ഒരു സ്ത്രീയുടെ ഭർത്താവോ ബന്ധു അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാൽ 85. ക്രൂരത എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഈ ക്രൂരത 85ഉം 86ലും പറയുന്നു കേട്ടോ. ക്രൂരത 85, 86. ക്രൂരത എന്ന് വെച്ചാൽ പട്ടിണിക്കിടുക, അതുപോലെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഉപദ്രവിക്കുക, അതൊക്കെ 85-ൽ 3 വർഷം വരെ കിട്ടാം. 86 ക്രൂരതയുടെ നിർവചനവുമാണ്. ഇത്രയുമാണ് നമ്മൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യം. ഇനി നമ്മൾ ഇവിടെ തന്നെ 2-3 പ്രധാനപ്പെട്ട സെക്ഷൻ കൂടെ നോക്കാം. ഓക്കെ, എന്താണ് 63
എന്നാണ് 63. 63 എന്താണ് ബലാത്സംഗം അല്ലെങ്കിൽ എന്താണ് റേപ്പ് എന്ന് നമ്മൾ പഠിക്കുന്നു. ബലാത്സംഗം എന്നാൽ എന്ത്, അല്ലെങ്കിൽ റേപ്പ് എന്നാൽ എന്ത് എന്നാണ് നമ്മൾ 63 പഠിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ 64 അതിൻ്റെ ശിക്ഷാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബലാത്സംഗം നിങ്ങൾ സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി അവളുമായി ലൈംഗിക പ്രവൃത്തി ചെയ്യുന്നതാണ് അല്ലേ. അവളെ ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ ചെയ്യുന്ന 63. ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ ഭീഷണിയിലൂടെ നേടുന്ന സമ്മതമൊന്നും സമ്മതമല്ല കേട്ടോ. അതുപോലെ തന്നെ പിന്നെ കുറേ കാര്യമുണ്ട്. 67 പഠിക്കാനുണ്ട്. വേർപിരിഞ്ഞ് കഴിയുന്ന കാലത്ത് സ്ത്രീയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് 67 പറയുന്നത് അല്ലേ. 2 മുതൽ 7 വർഷം കിട്ടും. അതുപോലെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ നടത്തിയാൽ 68 പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക തുടങ്ങിയവയൊക്കെ ഉണ്ട് 69. അങ്ങനെ കുറച്ചറിയാം. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള 70 കൂട്ട ബലാത്സംഗമുണ്ട്. പിന്നെ 74 ഉണ്ട് സ്ത്രീയുടെ നേരെ നടന്ന കയ്യേറ്റം അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗം. 75 പീഡനം. അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്നു. പീഡനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. പീഡനം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി എന്ത് ചെയ്യുന്നു, അവളുടെ നേരെ നടത്തുന്ന എന്തൊക്കെയാ, ഒന്ന് അവളെ സ്പർശനം, ലൈംഗികത ആവശ്യപ്പെടൽ, അതുപോലെ പോർണോഗ്രഫി, അതുപോലെ കമൻറ്റ് തുടങ്ങിയ 4 കാര്യങ്ങൾ പറഞ്ഞാൽ പീഡനമായി കണക്കാക്കും. 76 വിവസ്ത്രയാക്കുക എന്ന കാര്യമാണല്ലോ പഠിച്ചത് അല്ലെ. സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് വിവസ്ത്രയാക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളും കുറ്റക്കാരാണ്. 77 നമ്മൾ ഓയറിസം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒളിങ്ങിനോട്ടം. അതുപോലെ 78 സ്റ്റോക്കിംഗ് ആണെന്ന് പഠിക്കുന്നു. അല്ലെങ്കിൽ പൂവാല ശല്യം തുടങ്ങിയവയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 5 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഇനി ഗർഭചിത്രമൊക്കെ ഉണ്ട്. ഗർഭചിത്രമൊക്കെ ഏതിലാണ് വരുന്നത്? 88, 89, 90 ഒക്കെ ഗർഭചിത്രം. ഇതൊക്കെ കണ്ടന്റിൽ വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ് ഞാൻ. അതുകൊണ്ട് അവിടെ പറഞ്ഞ സമയം കളയുന്നില്ല, ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്താവന പരിശോധിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ BNSSുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രസ്താവന, സമൻസിന്റെ രൂപം പ്രതിപാദിക്കുന്ന BNSSലെ വകുപ്പ് 2 clause 1 clause X ആണ്. ഒരാളിനെ കോടതി മുൻപാകെ നിർബന്ധപൂർവ്വം ഹാജരാക്കുന്ന നോട്ടീസാണ് സമൻസ്. ഇതിൽ ശരി അല്ലേ, പരിശോധിക്കുക. എല്ലാ സമൻസുകളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ കോടതിയിലൊരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻ്റോ നടത്തേണ്ടതാണ്. അത് സമൻസ് കോടതിയുടെ മുദ്ര ഉൾക്കൊള്ളുന്നവ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി നൽകാവുന്നതുമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടുത്തെ ആൻസറിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ എന്ന് കൂടെ നോക്കണം. ഒരാളിനെ കോടതി മുമ്പാകെ നിർബന്ധപൂർവ്വം ഹാജരാക്കുന്നതിനുള്ള നോട്ടീസാണോ സമൻസ്? അല്ല. സമൻസിന്റെ രൂപം പറയുന്നത് 2 clause 1 clause Xനാണോ? അല്ല. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 2 clause 1 clause Xൽ പറയുന്നത് സമൻസ് കേസ് എന്നാൽ എന്തെന്നാണ്. സമൻസിന്റെ കാര്യമല്ല. സമൻസിന്റെ കാര്യം പറയുന്നത് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ചാപ്റ്റർ 6 BNSSലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ അധ്യായം 6ലാണ് സമൻസിനെ പറ്റി പറയുന്നത്. അതിൽ 63 മുതൽ ഏകദേശം 71 വരെ സമൻസ് ആണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേറെ ഒരിടത്തും ഇത് ഫുള്ളായിട്ട് പറഞ്ഞു തരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിത് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യുക. 63 മുതൽ 71 വരെ BNS ചാപ്റ്റർ 6-നകത്താണ് സമൻസിനെ കുറിച്ച് പറയുന്നത്. ഒരാളിനെ കോടതിയിൽ എത്തിക്കുന്നതിനുള്ള ആദ്യ നടപടിയാണ് സമൻസ്. അത് കോടതി നൽകുന്ന നോട്ടീസാണ് സമൻസ്. അത് കോടതിക്ക് പോലീസിലൂടെയോ കോടതിയോ ഉദ്യോഗസ്ഥർ വഴിയോ പബ്ലിക് സർവൻ്റ് വഴിയോ നടത്താം. സമൻസിൽ കോടതിയുടെ മുദ്രയും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി അതൊക്കെ നൽകാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ കോടതിക്ക് അത് സമൻസിന് 2 പകർപ്പുണ്ട് തുടങ്ങിയവയൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ശരി ഏത് തെറ്റ്. ഒന്നാമത്തത് തെറ്റാണ്. കാരണം എന്താ, സമൻസിന്റെ രൂപം പറയുന്നത് 63-ലാണ്. 63, 64-ലൊക്കെയാണ് സമൻസിനെ കുറിച്ച് പറയുന്നത്. ഇനി സമൻസിലെ 63, 64-ലാണ് രൂപത്തെ കുറിച്ച് പറയുന്നത്. ഇനി ഒരാളിനെ കോടതി മുമ്പാകെ നിർബന്ധപൂർവ്വത്തിക്ക് ഹാജരാക്കുന്നുള്ള നോട്ടീസ് അല്ല അത് സമൻസ്. നിർബന്ധപൂർവ്വത്തിക്കുന്നത് വാറണ്ടാണെന്ന് അറിയണം. നിർബന്ധപൂർവ്വം സമൻസ് കൊടുത്തിട്ട് വരാത്ത വ്യക്തിയെ നിർബന്ധപൂർവ്വം എത്തിക്കുന്നത് വാറണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സമൻസിനെ കുറിച്ച് പഠിച്ചു, വാറണ്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സെറ്റായിട്ട് മനസ്സിലായ കുട്ടികളെ? സെറ്റായിട്ട് മനസ്സിലായി. ഓക്കെ, ഇനി
നമ്മൾ അടുത്ത് പഠിക്കുന്ന എല്ലാ സമൻസുകളും പോലീസ് ശരി തന്നെയാണ്, 3 ശരിയാണ്. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇത് ശരി. അപ്പം 3ഉം 4ഉം ശരി എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. നല്ല ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അപ്പോൾ സമൻസിൻ്റെ രൂപം അല്ലെങ്കിൽ ഇത് രണ്ടും തെറ്റും, ബാക്കി 3ഉം 4ഉം ശരി എന്നാണ്. ഇനി സമൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. സമൻസ് 2 പകർപ്പുണ്ട്. സമൻസിലെ വ്യക്തിയെ വീട്ടിൽ കാണാൻ വീട്ടിലില്ലായിരുന്നുവെങ്കിൽ ആർക്ക് കൊടുക്കാം? അത് വീട്ടിലെ പുരുഷ അംഗത്തിനെന്നായിരുന്നു നേരത്തെ CRPCയിൽ ഉണ്ടായിരുന്നത്. ഇനി വീട്ടിലെ മുതിർന്ന അംഗത്തിന് കൊടുക്കാം. സമൻസിലെ ആളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന അംഗത്തിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ സമൻസിലെ സമൻസ് കൈപ്പറ്റാൻ വിസമ്മതിക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം? 67-ാം വകുപ്പിലാണ് പറയുന്നത്. കൈപ്പറ്റാൻ വിസമ്മതിക്കുന്ന വ്യക്തിക്ക് പതിച്ച് നൽകാം. അതായത് അവിടെ വീടിൻ്റെ കാണുന്ന ഭാഗത്ത് എന്ത് ചെയ്യാം? പതിച്ച് വെച്ച് നൽകാം. പതിച്ച് നൽകുക എന്നറിയുക, പതിച്ച് നൽകാമെന്നറിയണം. അതാണ് 67-ാമത്തെ വകുപ്പ് പറയുന്നത്. സെറ്റായിട്ട് മനസ്സിലായി. ഇപ്പോൾ സമൻസ് കൊടുക്കണം, അതവരനുസരിക്കണം. സമൻസിലല്ലേ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ, ഇപ്പോൾ കമ്പനിക്കൊക്കെ ആണെങ്കിൽ കമ്പനികൾക്ക് ഒരു 1, 2, 3 പാർട്ട്നേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം എല്ലാവർക്കും ഒന്നും സമൻസ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് ഒരാൾക്ക് കൊടുത്താലും മതി സമൻസ് നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇതാണ് സമൻസുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. BNSS പഠിക്കുക. ഇതാണ് സമൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അടുത്തത്, ഏതെങ്കിലും പൊതുവായ അവകാശം ഉപയോഗിക്കാൻ അവസരമുള്ള വ്യക്തികൾക്ക് പരിക്കോ തടസ്സമോ അപകടമോ ശല്യമോ ഉണ്ടാകാവുന്ന ഒരു പ്രവൃത്തി ഒരു വ്യക്തി ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ കുറ്റം താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽ പറയുന്നു? അതായത് ഏതെങ്കിലും പൊതുവായ അവകാശം ഉപയോഗിക്കുവാൻ അവസരമുള്ള വ്യക്തികൾക്ക് പരിക്കോ തടസ്സമോ അപകടമോ ശല്യമോ ഉണ്ടാകാവുന്ന ഒരു പ്രവൃത്തി ഒരു വ്യക്തി ചെയ്യുന്നു. അപ്പോൾ ഏതാണ്? പൊതുവായ അവകാശം ഉപയോഗിക്കാൻ അവസരമുള്ള വ്യക്തികൾക്ക് ചെയ്താൽ അതെന്തായിട്ട് കണക്കാക്കാം? അത് കലാപമായിട്ട് കണക്കാക്കാം. മനസ്സിലായോ? അതായത് ജനങ്ങൾക്ക് പൊതുജന ശല്യമൊക്കെ ഓക്കെ സമ്മതിച്ചു. ഏതെങ്കിലും പൊതുവായ അവകാശം ഉപയോഗിക്കാൻ അവസരമുള്ള വ്യക്തികൾക്ക് പരിക്കോ തടസ്സമോ അപകടമോ ശല്യമോ ഉണ്ടാകാവുന്ന പ്രവൃത്തി ഒരു വ്യക്തി ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ കുറ്റം എന്താണ്? ഇതിൽ 2 തരത്തിലും ആൻസർ വരാം. കലാപം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ എടുക്കാം. കലാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സമരക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. പൂവാല ശല്യം നമുക്കറിയാം. പൂവാല ശല്യം സ്റ്റോക്കിംഗ് ഒക്കെയാണ്. അത് നോക്കാം. ഈ പൊതുജന ശല്യം എന്നൊരു കാര്യം നമുക്ക് വരുന്നു. ശരി, ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നതാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ പൊതുജന ശല്യമാണ് ഇവിടെ വരുന്നത്. നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം അറിയാം. ഇനി എന്താണ് ഇവിടെ കലാപം എന്ന് നോക്കുമ്പോൾ, കലാപം എന്നാൽ 191-ാമത്തെ വകുപ്പിലാണ് വരുന്നത്. ചാപ്റ്റർ 11. ചാപ്റ്റർ 11-നകത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കറിയേണ്ടത്. ഇതാണ് പ്രധാനം. ചാപ്റ്റർ 11 ചോദിച്ചിട്ടുണ്ട്. 189 മുതൽ 197 വരെ BNSൽ വരുന്നതാണ് കലാപം എന്ന് വരുന്നത്. കലാപം എന്നാൽ എന്താണ്? അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു വാക്ക് പറയാം, ലഹള എന്നൊരു വാക്ക് പറയാം. ലഹള, റയോട്ടിംഗ് എന്നൊരു വാക്ക് പറയാം. റയോട്ടിംഗ് തുടങ്ങിയ വാക്കുകളൊക്കെ അവിടെ വരുന്നു. അപ്പോൾ കലാപം അല്ലെങ്കിൽ ലഹള അല്ലെങ്കിൽ റയോട്ടിംഗ് തുടങ്ങിയ പദങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആണേ? ക്ലിയർ. അപ്പോൾ എന്താണിതെന്ന് ചോദിച്ചാൽ എന്താണ്? കലാപം. അപ്പം അതുപോലെ തന്നെ കലഹം എന്നൊരു വാക്കുകൂടെ കേട്ടോ, അതുകൂടെ നിങ്ങൾ അറിയണം. കലഹം എന്നൊരു വാക്ക് ചോദിച്ചാൽ 194-ലാണ് വരുന്നത്. കലഹം അല്ലെങ്കിൽ വഴക്ക് അല്ലെങ്കിൽ അടികലശൽ എന്ന വാക്കുണ്ട്. അടികലശൽ, കലഹം അല്ലെങ്കിൽ വഴക്ക് അല്ലെങ്കിൽ അടികലശൽ തുടങ്ങിയ വാക്കൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഇത് സെറ്റായിട്ട് മനസ്സിലായ കുട്ടികളെ? സെറ്റായിട്ട് മനസ്സിലായോ? മനസ്സിലായി, സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടിയെ വേശ്യാവൃത്തിക്കും മറ്റും വേണ്ടി വിലയ്ക്ക് വാങ്ങുന്നതിനുള്ള ശിക്ഷ. കുട്ടിക്ക് വേശ്യാവൃത്തിക്കും മറ്റും വേണ്ടി വിലയ്ക്ക് വാങ്ങുന്നതിനുള്ള ശിക്ഷയാണ്. അതായത് നമ്മളിപ്പോൾ 93 മുതൽ ഇതിനകത്ത് നമ്മൾ ചാപ്റ്റർ BNS ആണ്. BNSൽ നമ്മൾ ചാപ്റ്ററൊക്കെ പഠിച്ചല്ലോ. ചാപ്റ്റർ 5 പഠിച്ചു, കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരുള്ള അതിക്രമം. അതിൽ 93 മുതൽ 99 വരെ നമുക്ക് പഠിക്കാനുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് പോക്സോ ഒക്കെ ഉണ്ട്. പക്ഷേ SIക്ക് പോക്സോ ഇല്ല എങ്കിലും, പഠിക്കാനില്ല എങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആക്സിനകത്ത് വരും. അതിൽ 90 വിലയ്ക്ക് വാങ്ങുന്നു 99-ാമത്തെ സെക്ഷനാണ്. ഓക്കെ, അവിടെ 6 ഉണ്ട്, 98 ഉണ്ട്, 99 ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 3 സെക്ഷനും വേശ്യാവൃത്തിക്ക് വേണ്ടി തന്നെയാണ്. കുട്ടിയെ വേശ്യാവൃത്തിക്ക് മറ്റും വേണ്ടി ഏർപ്പാടാക്കി കൊടുക്കുന്ന ആളിനുള്ള ശിക്ഷ 96-ലും വിൽക്കുന്ന ആളിന് 98-ലും. എന്നാൽ വിലയ്ക്ക് വാങ്ങുന്നവനുള്ള ശിക്ഷ 99-ലാണ്. എന്നാണ് 7 മുതൽ 14 വർഷത്താകാവുന്നതുമായ തടവും പിഴയുമാണ് 99-ാമത്തെ സെക്ഷനിലെ ശിക്ഷ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി FIRനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 വകുപ്പ് ഏത്? FIR നമുക്കറിയാം, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്.
ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമല്ല, ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് എന്നറിയണം. ഇത് പലയിടത്തും പലതും പറയുന്നുണ്ട്. ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് FIR. ഈ FIRനെ പറ്റി പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയാം 173 ആണ്. അപ്പോൾ ചാപ്റ്റർ 13 BNSSലെ ചാപ്റ്റർ 13 അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് FIR എന്ന് വെച്ചാൽ, ഒരു കൊഗ്നൈസബിൾ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് എന്തിട്ട് അന്വേഷിക്കാം? FIR ഇട്ട് അന്വേഷിക്കാം. പ്രതിയെ വേണമെങ്കിൽ പിടിക്കാം, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല പോലീസിന് എന്ത് ചെയ്യാം? ആളെ വിളിച്ച് മൊഴിയെടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഇതേ സംഗതികളിൽ ഇത് 174 പറയുന്നത് ഒരു നോൺ കോഗ്നൈസബിൾ കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ അയാളെ നേരെ മജിസ്ട്രേറ്റിന്റെ അടുക്കലാണ് പറഞ്ഞയക്കേണ്ടത്. കാരണം മജിസ്ട്രേറ്റ് പറഞ്ഞാൽ മാത്രമേ അവിടെ എന്തിട്ട് അന്വേഷിക്കാൻ പറ്റുള്ളൂ? എന്താണ് FIR ഇട്ട് അന്വേഷിക്കാൻ പറ്റുള്ളൂ. കാരണം അത് നോൺ കോഗ്നൈസബിൾ ആയതുകൊണ്ട് തന്നെ അയാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും മജിസ്ട്രേറ്റിന്റെ അനുമതി വേണം. ഇനി എന്താണ് 175 എന്ന് പറഞ്ഞാൽ, ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യാനായിട്ടുള്ള പോലീസിൻ്റെ പൂർണ്ണ അധികാരം, പോലീസിൻ്റെ അധികാരത്തെ പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? BNSSലെ 175. പോലീസിൻ്റെ പൂർണ്ണ അധികാരത്തെ പറ്റി പറയുന്ന വകുപ്പാണ് 175 പറയുന്നത്. മനസ്സിലാക്കി വെച്ചേക്കണം. സെറ്റാണ്. ഇനി അവിടെ ആരും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, പോലീസ് എന്തിനത് അന്വേഷിച്ചു എന്ന്. കാരണം കൊഗ്നൈസബിൾ കേസിന് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. 170 കരുതൽ തടങ്കൽ എന്ന് പറയുന്നു. എന്താണ് കരുതൽ തടങ്കൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്യും, ഒരു കൊഗ്നൈസബിൾ കുറ്റകൃത്യം ചെയ്യും, അത് തടയാൻ അറസ്റ്റ് അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് കണ്ടാൽ അതാണ് കരുതൽ തടങ്കൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ചാപ്റ്ററിനകത്ത് 179 മുതൽ 181 വരെയുള്ള 3 വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സാക്ഷിയുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, സാക്ഷിയുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് അവിടെ പറഞ്ഞത്. സാക്ഷിയുമായി ബന്ധപ്പെട്ട വകുപ്പ്. ഇനി 182 എന്തെന്ന് ചോദിച്ചാൽ, പ്രചോദനമോ ഭീഷണിയോ ഉണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല എന്നും, അല്ലെ കുറ്റസമ്മതം പറയാൻ പാടില്ല എന്നും, അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല എന്നും. 183 കുറ്റസമ്മതം. 183 എന്താണ്? കുറ്റസമ്മതം എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ നമ്മൾ BNSSയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഭാരതീയ സാക്ഷി അധീനത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. കുറ്റസമ്മതം എന്നാൽ എന്തെന്നുള്ളത് ഇവിടെ പഠിച്ചാൽ മതി. സെറ്റായിട്ട് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? അടുത്തത് 184 പോകുന്നു. 184 അതായത് കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തിയെ, ബലാത്സംഗത്തിന് ഇരയായ വ്യക്തിയുടെ ദേഹപരിശോധന. 52ാമത്തെ ഒരു വകുപ്പോടെ ഇതിനോടൊപ്പം ഓർത്തോളൂ, അത് ബലാത്സംഗത്തിന് കുറ്റം ചെയ്ത വ്യക്തിയുടെ ദേഹപരിശോധന. 184 ബലാത്സംഗത്തിന് ഇരയായ വ്യക്തിയുടെ ദേഹപരിശോധന. ഓക്കെ. ഇനി 187 പഠിക്കുന്നു. അന്വേഷണം 24 മണിക്കൂറിനകം ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ തെളിയിക്കും? പോലീസിന് 24 മണിക്കൂറിനുള്ളിൽ കസ്റ്റഡി വെക്കാൻ പറ്റില്ല. പക്ഷെ ഇതെങ്ങനെ തെളിയിച്ചെടുക്കാമെന്നാണ് 187 പറയുന്നത്. എങ്ങനെയാണ്? അവിടെ നോക്കാനുള്ളത് 2 കാര്യമാണ്. ഞാൻ പറഞ്ഞു പോകാം, എന്നാലും കണ്ടീഷൻ നമ്മൾ ടോപ്പിക്കായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്ന് പറഞ്ഞു പോകും. അതായത് നമ്മളിപ്പോൾ ഒരു വലിയ കുറ്റം ചെയ്തു, 10 വർഷത്തിന് മുകളിലോ ജീവപര്യന്തമോ വധശിക്ഷയോ കിട്ടാവുന്ന പ്രതിയാണെങ്കിൽ 90 ദിവസവും, അതിൽ താഴെയുള്ള വ്യക്തിയാണെങ്കിൽ 60 ദിവസവും നമുക്ക് ജയിലിൽ സൂക്ഷിക്കാം. കാരണം പോലീസിന് അയാളെ 24 മണിക്കൂറിനകം കസ്റ്റഡിയിൽ വെച്ചേക്കാൻ പാടില്ല കൂടുതൽ. അപ്പോൾ ജയിലിടെ ഈ ദിവസങ്ങൾക്കിടയിൽ പോലീസിന് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാം. അതിലെ ഈ 90 ദിവസത്തിലെ ഫസ്റ്റ് 60 ഡേയ്സോ ഈ 60 ഡേയ്സിലെ ഫസ്റ്റ് 40 ഡേയ്സിലോ 15 ദിവസത്തിൽ കവിയാത്ത കാലാവധിക്ക് അപ്പോഴായി ചോദ്യം ചെയ്യാൻ വാങ്ങാമെന്നാണ് 187ാമത്തെ വകുപ്പിൽ പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ 58ാമത്തെ വകുപ്പും 78ാമത്തെ വകുപ്പും ഒരുമിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന്? 24 hours, ഒരു വ്യക്തിയെ 24 hours കൂടുതൽ കസ്റ്റഡിയിൽ വെച്ചേക്കാൻ പോലീസിന് പാടില്ല എന്ന് പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം. പോലീസിന് അറസ്റ്റ് ചെയ്യാം, എന്തിനേറെ പറയുന്നു, മജിസ്ട്രേറ്റിന് അറസ്റ്റ് ചെയ്യാം, സ്വകാര്യ വ്യക്തിക്ക് പോലും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് സെക്ഷൻ നമ്മൾ ഇവിടെ പഠിച്ചത്. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പഠിക്കാം. ഇൻക്വയറി അല്ലെങ്കിൽ ഇൻക്വയറി നമ്മൾ പഠിച്ചല്ലോ. ഇൻക്വസ്റ്റ് 194 195 196 ഞാൻ ഈ പറഞ്ഞതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. 195 194 96. ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രേത വിചാരണ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണകാരണത്തെ പറ്റി പറയുന്നതാണ് ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണകാരണത്തെ പറ്റി പറയുന്നതിനാണ് ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. ഇൻക്വസ്റ്റ് സെറ്റായിട്ട് മനസ്സിലായോടാ?
മനസ്സിലായി, ഇൻക്വസ്റ്റ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇൻക്വസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഒരാൾ എങ്ങനെ മരിച്ചു, അസ്വാഭാവികമായി മരിച്ചതാണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇൻക്വസ്റ്റിൽ പറയുന്നത് മനസ്സിലാക്കണം. ഓക്കെയാണ്. അപ്പോൾ അത് ഇൻക്വസ്റ്റ് പുനഃപരിശോധന നടത്താം, പോസ്റ്റ്മോർട്ടം അതിനകത്ത് വരുന്നു, തെളിവെടുപ്പ് അതിനകത്ത് വരുന്നു, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം വരുന്നു, സാക്ഷികളുടെ മൊഴിയെടുക്കും, ഇതൊക്കെ ഇതിനകത്ത് വരും. ഇതൊക്കെ ഞാൻ കണ്ടന്റിൽ പറഞ്ഞതാണ്, വീണ്ടും ഞാൻ പറഞ്ഞ് ആവർത്തിക്കുന്നതിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സെക്ഷൻ 64 പ്രകാരം ഒരു സ്ത്രീയെ പലതവണ ബലാത്സംഗം ചെയ്താൽ പ്രതിക്ക് ഏത് ശിക്ഷ ലഭിക്കും? പലതവണ ബലാത്സംഗം ചെയ്താൽ, വീണ്ടും ആവർത്തിച്ച് ബലാത്സംഗം ചെയ്താൽ 10 വർഷം ടു ജീവപര്യന്തം, അല്ലെങ്കിൽ ശേഷിക്കുന്ന ജീവിതകാലം എന്നാണ് അവിടെ പറഞ്ഞത്. ശേഷിക്കുന്ന ജീവിതകാലം അല്ലെ, 63 ബലാത്സംഗം അല്ലെ, ആവർത്തിച്ച് ബലാത്സംഗം ചെയ്താൽ ശേഷിക്കുന്ന ജീവിതകാലം വരെയുള്ള കഠിന തടവും പിഴയും കിട്ടുമെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ അറിയണം സെക്ഷൻ 64 പ്രകാരം. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ച സെക്ഷൻസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം, ഏതൊക്കെ പോർഷനിൽ ഏതൊക്കെ പഠിക്കണമെന്ന്. അപ്പോൾ നമ്മൾ BNSലെ 5 മാർക്കിൽ ജനറൽ എക്സെപ്ഷൻസ് പഠിച്ചു. അതുപോലെ നമ്മൾ പഠിച്ച മറ്റൊരു പോർഷനാണ് എന്താണ്, ചാപ്റ്റർ 3 പഠിച്ചു എന്നാണ് ജനറൽ എക്സെപ്ഷൻസ്. ചാപ്റ്റർ 5 സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, 6 മനുഷ്യ ശരീരം, അതുപോലെ 11 പറഞ്ഞു ട്രാങ്കുലിറ്റി, 12 പറഞ്ഞു പബ്ലിക് സെർവൻറ്റ്, 17 പറഞ്ഞു വസ്തുക്കൾ. കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടേ. അതുപോലെ BNSSലേക്ക് വരുമ്പോൾ ആദ്യം എന്താണ് ഡെഫിനിഷൻസ് വരുന്നു, പിന്നെ ചാപ്റ്റർ 4 ഉണ്ട്. ഇതൊക്കെ കണ്ടന്റിൽ പറഞ്ഞത് 5 അറസ്റ്റാണ് കേട്ടോ. ചാപ്റ്റർ 5 അറസ്റ്റ്, പിന്നെ സമൻസ് ഉണ്ട്, വാറണ്ട് ഉണ്ട്, സെർച്ച് വാറണ്ട് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ട്രാങ്കുലിറ്റി, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, പൊതുശാന്തതയ്ക്കെതിരെയുള്ള കുറ്റങ്ങൾ, പിന്നെ ലാസ്റ്റ് പഠിച്ചത് FIRമായി ബന്ധപ്പെട്ട ആ ഒരു മോഡ്യൂൾ, പിന്നെ BSA കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് IT ആക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യമുണ്ട്. IT ആക്റ്റും കണ്ടന്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. IT ആക്റ്റിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. IT ആക്റ്റിൽ പ്രധാനമായിട്ടും ഒരു 2-3 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. IT ആക്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇപ്പോൾ 66 എന്താണെന്ന് നമുക്കറിയാം. എന്താണ് IT ആക്റ്റിൽ 66? ഹാക്കിംഗ് ആണ് അല്ലേ. ഹാക്കിങ്ങിൻ്റെ ശിക്ഷ എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപ എന്ന് നമുക്കറിയാം. ഹാക്കിംഗ് 3 തരം, ഹാക്കേഴ്സ് 3 തരമാണ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സെറ്റാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 66-ലെ A ഇപ്പോൾ നിലവിലില്ല, പകരം 66B ഉണ്ട്, 66C ഉണ്ട്, 66D ഉണ്ട്, 66E ഉണ്ട്, 66F ഉണ്ട്. ഇത്രയും കാര്യം നമുക്ക് 66-ൽ പഠിക്കാമോ? 66B എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും വസ്തുക്കൾ മോഷ്ടിക്കുന്നതിനാണ് 66B എന്ന് പറയുന്നത്. അല്ലെ, ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ മോഷ്ടിക്കുന്ന 66B എന്ന് പറയുന്നത് 3 വർഷവും അല്ലെ 1 ലക്ഷം രൂപയും കിട്ടും. 66C എന്ന് പറയുന്നത് മറ്റൊരാളുടെ പേഴ്സണൽ ഐഡന്റിറ്റി തെഫ്റ്റ്, അയാളുടെ പേഴ്സണൽ ഡാറ്റകൾ, പാസ്വേഡ്, യൂസർ നെയിം തുടങ്ങിയവ മോഷ്ടിച്ചാൽ അത് 3 വർഷവും 1 ലക്ഷം രൂപയും. അതുപോലെ തന്നെ D എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എടുക്കാം. D എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് വ്യാജ കാര്യങ്ങളല്ലേ. അത് 3 വർഷവും 1 ലക്ഷം രൂപയും എടുക്കാം. അതുപോലെ E എന്ന് പറഞ്ഞാൽ സ്വകാര്യതാപഹരണം, അതായത് 3 വർഷവും 2 ലക്ഷം രൂപയുമാണ്. അതായത് ഒരാളുടെ ചിത്രങ്ങളൊക്കെ എടുക്കുന്നു. മറ്റേ D എന്ന് പറഞ്ഞാൽ വ്യാജമാണ്, അതായത് വ്യാജ അക്കൗണ്ടുകളൊക്കെ എടുക്കുന്നത്. E എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചിത്രങ്ങൾ എടുത്ത് ദുരുപയോഗം ചെയ്യുന്നതാണ് Eയിൽ പറയുന്നത്. F എന്ന് പറഞ്ഞാൽ സൈബർ ടെററിസം അല്ലെങ്കിൽ ഭീകരത എന്ന് പറയുന്നത്. സൈബർ ടെററിസം അല്ലെങ്കിൽ ഭീകരത എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ജീവപര്യന്തം വരെ കിട്ടാം. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. പിന്നെ 78ാമത്തെ വകുപ്പ് കൂടെ നിങ്ങൾ നോക്കണം. 78ാമത്തെ വകുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എപ്പോഴും അന്വേഷിക്കേണ്ട ആര് തന്നെയാണ്? സൈബർ കുറ്റകൃത്യങ്ങൾ എപ്പോഴും അന്വേഷിക്കേണ്ടത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആരാണ് സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത്? ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കണം. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കണം സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത്. സെറ്റായിട്ട് മനസ്സിലായോ കുട്ടികളെ? സെറ്റായിട്ട് മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. നല്ലവണ്ണം SI പരീക്ഷ എഴുതിക്കൊള്ളുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തൽക്കാലം മൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.